ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരാറായി. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അടി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ ഇതാ അരിപ്പൊടിയൊക്കെ ഒന്ന് കുടഞ്ഞിടാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടി കടയിൽ നിന്ന് മേടിച്ച അരിപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ അരിപ്പൊടി തീർന്നു പോയി. കുറേ ദിവസമായിട്ട് പൊടിപ്പിക്കണം എന്ന് വിചാരിക്കണം, പക്ഷേ ഇന്നും മറന്നു പോകും. പിന്നെ ഇപ്പം മഴയൊക്കെയാണല്ലോ, അപ്പോൾ എപ്പോഴാണ് കറണ്ട് പോകുന്നൊന്നും അറിയില്ല. അപ്പോൾ അവിടെ വിളിച്ചു ചോദിച്ചിട്ടൊക്കെ വേണം വെള്ളത്തിലിടാനായിട്ട്, ഇല്ലെങ്കിൽ പിന്നെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പണി പാളും. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ പൊടിപ്പിക്കണം. കടയിൽ നിന്ന് വാങ്ങണ പൊടി എനിക്ക് അത്ര താല്പര്യമില്ല കേട്ടോ. അതിങ്ങനെ ഒട്ടിപ്പിടിക്കണ പോലെ തോന്നി. ഇനി എനിക്ക് തോന്നണതാണോന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. നമ്മുടെ വീട്ടിൽ പൊടിപ്പിക്കുന്ന പൊടി നല്ല പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് പുട്ടുണ്ടാക്കിയാലും അടി ഉണ്ടാക്കിയാലും നൂലപ്പുണ്ടാക്കിയാലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ചൂടായപ്പോൾ ഞാൻ നമ്മുടെ അരിപ്പൊടിയിലേക്ക് കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വന്ന് ആദ്യം ചോദിക്കുക എന്തിട്ടാണ് കഴിക്കാനുണ്ടാക്കിയാന്നാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷമമാണ്. അവർക്ക് കൂടുതലും ഇങ്ങനെ അട, കൊഴുക്കട്ട അതൊക്കെയാണ് കേട്ടോ ഇഷ്ടം. ചില ദിവസം എനിക്ക് മടിയാവും. അപ്പോൾ ചില ദിവസമൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ചില ദിവസം നമ്മൾ കടയിൽ നിന്ന് വല്ല ഉഴുന്നുവടയോ അല്ലെങ്കിൽ പരിപ്പോടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങും കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ശർക്കര ഉരുക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ ചൂടാറി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചില വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് പൊടി കുഴച്ചിട്ട് അങ്ങനെ ചുടണ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കിയിട്ട് നമ്മുടെ ഇലയിൽ പരത്തിയിട്ട് അങ്ങനെയും ചുടണം കണ്ടിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാനിതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. അതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നുന്നു. നമ്മുടെ ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കി ചെയ്യണത് അത് കുറച്ചും കൂടി സോഫ്റ്റും ആണെന്ന് വീഡിയോയിൽ അവർ പറയണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇലയൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട്, അപ്പോൾ നമ്മുടെ വീട്ടിൽ വാഴയില്ലെങ്കിലും നമുക്ക് വാഴയ്ക്ക് ഒരു ക്ഷാമമില്ല കേട്ടോ. അപ്പുറത്തെ പറമ്പിൽ ഇഷ്ടം പോലെ വാഴയുണ്ട്. അതൊക്കെ നമ്മുടെ പറമ്പിലേക്കാണ് കേട്ടോ ചാഞ്ഞ് നിൽക്കണേ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ. വാഴയിലൊക്കെ പൊട്ടിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി അതൊക്കെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച്, പിന്നെ തേങ്ങയൊക്കെ അതിൻ്റെ ഇടയിൽ ചേട്ടൻ ചെരി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വൈകി 2-3 മണി എങ്ങാണ്ട് കഴിഞ്ഞ് തുടങ്ങി. 3:30 ആകുമ്പോഴേക്കും അവർ സ്കൂൾ വിട്ട് വരും കേട്ടോ. അപ്പോൾ വരുമ്പോൾ തന്നെ ഇത് കൊടുത്തില്ലെങ്കിൽ പിന്നെ കരച്ചിൽ ബഹളമാണ്. അപ്പോൾ അതുകൊണ്ട് ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ തേങ്ങയൊക്കെ ചെരുക്കി തന്നു കേട്ടോ. പിന്നെ അത് അവിടെ കിടന്ന് എന്താ പറയുക വറ്റിയതാവുമ്പോഴേക്കും നമുക്ക് ഓരോ ഇലയൊക്കെ ആയിട്ട് അടയിട്ട് പരത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പരത്താൻ എനിക്ക് വലിയ വശമൊന്നുമില്ല, എന്നാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഇങ്ങനെ പരത്തിയെടുക്കും കേട്ടോ. അപ്പോൾ എൻ്റെ മൂത്ത അമ്മായി മാമൻ്റെ, അതായത് അമ്മയുടെ ആങ്ങളുടെ ഭാര്യ ഭയങ്കര സ്പീഡിലാണ് കേട്ടോ അട പരത്തിയെടുക്കുക. അപ്പം അതൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ നോക്കി നിൽക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം വേഗം ഇതൊക്കെ പരത്തിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ജീരകമാണ് ഇട്ടിടണത്. ഏലക്കായ ഞാൻ ഇടാറില്ല. അവർക്ക് ഇങ്ങനെ വലിയ താല്പര്യമില്ല ഏലക്കായ ഇടണോണ്ട്. ഏലക്കായ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ പരത്തി വെച്ച അടയുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നേരത്തെ പരത്തി വെച്ചതിലേക്ക് ഈ ഫില്ലിങ് വെച്ചിട്ട് വേഗം വേഗം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും അവർ വരുമ്പോഴേക്കും വേവില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേട്ടൻ അവിടെ അവർ വരുമ്പോൾ ജ്യൂസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മാങ്ങ ജ്യൂസ് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വേഗം ഓരോന്ന് പരത്തിയെടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഓടിയിട്ടാണ് കേട്ടോ വരണത് രണ്ടാളും. അപ്പോൾ ആദ്യം ആരെത്താന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഓടണത്. എന്നിട്ട് പിന്നെ അതും പറഞ്ഞിട്ട് തല്ലി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടയൊക്കെ ഞാൻ പരത്തിയെടുത്തു. പിന്നെ നമ്മുടെ ഇഡ്ഡലി പാത്രം വെച്ചിട്ട് അത് ഓരോന്നോരോന്നും അതിലേക്ക് എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞിക്കണ്ണൻ വന്നിട്ട് എത്തിച്ചു നോക്കുന്നുണ്ട് റെഡിയായോ എന്ന്. അപ്പോൾ ജ്യൂസൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ.
അങ്ങനെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ അടയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ തൃപ്തിയൊന്നും ആയില്ല കേട്ടോ. കാരണം ഈ പൊടി അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും അവർക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവർ കഴിച്ചോളും. അപ്പോൾ ഇതാ അടയൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ജ്യൂസ് കുടിച്ചുകൊണ്ട് തന്നെ ഒരുവിധം വിശപ്പൊക്കെ മാറിയിട്ടുണ്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാ ദിവസവും എൻ്റെ വീട് വരെ പോകും കേട്ടോ. അപ്പോൾ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ചില ദിവസം നമ്മൾ നടന്നു പോകും, ചില ദിവസം കാറിന് പോകും. അപ്പോൾ ഇന്ന് കാറിനാണ് കേട്ടോ പോണത്. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചെട്ടുമല്ലി തൈ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നടേണ്ട സമയമൊക്കെ ഏകദേശം കഴിഞ്ഞു തോന്നുന്നു. ജൂലൈ ആദ്യം നമ്മൾ നടണമെന്ന് തോന്നണം, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ 2 കളർ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഓറഞ്ചും മഞ്ഞയും. 20 തൈ വെച്ച് അങ്ങനെ 40 തൈയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മൾ വാരമൊക്കെ ഓരോ ദിവസം ഓരോ വാരം വീതം ഇങ്ങനെ എടുത്ത് വെക്കണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി നമ്മളെ കൊണ്ട് ഒരു ദിവസം സാധിക്കില്ലല്ലോ. പിന്നെ നിറയെ പുല്ലായിരുന്നു. ഇവിടെ ആദ്യം വാഴയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ വെറുതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു വെറുതെ കിടക്കല്ല, നമുക്ക് ഓണത്തിന് ചെട്ടുമല്ലി നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വളമൊന്നും ഇപ്പോൾ ഇടണില്ല കേട്ടോ, ജസ്റ്റ് വെറുതെ കുഴി കുത്തി വെക്കണുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മണ്ണ് ഇച്ചിരി ഇങ്ങനെ ചെളി കൂടുതലുള്ള ഒരു മണ്ണാണ് കേട്ടോ. അപ്പോൾ ഇനി മഴയും എല്ലാം കൂടി ആകുമ്പോൾ തൈ ചീഞ്ഞ് പോയാലാന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ തൈ മാത്രമാണ് കേട്ടോ വെക്കണുള്ളൂ. പിന്നെ ഇവിടെ മുമ്പ് നമ്മൾ വാഴ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ മണ്ണിലുണ്ടാവും. അപ്പോൾ ഒന്ന് ഇത്തിരിയും കൂടി വലുതായി വന്നിട്ട് ബാക്കി വളമിടാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. അപ്പോൾ കൃഷി ചെയ്യാനും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നടാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അങ്ങനെ ഒന്നും നടാറില്ല. ഇപ്പോൾ വീണ്ടും കൃഷിഭവനിൽ നിന്ന് തൈകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തൈകളൊക്കെ എല്ലാം നട്ട് വെച്ചിട്ടാ. അപ്പോൾ തൈ ശരിക്കും പറഞ്ഞാൽ തീരെ ചെറുതാണ് കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ സമയമാകുമ്പോഴേക്ക് പൂ ഉണ്ടാവുമെന്നൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് പുല്ലൊക്കെ ഉണ്ട്. അപ്പോൾ തൈ നടലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ആകാശം നോക്കിയപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ട്. അപ്പം ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. ശരിക്കും പഞ്ഞിക്കെട്ട് പോലെയാണ് കേട്ടോ. വീഡിയോയിൽ അത്ര ഭംഗിയില്ല, നേരിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചെടി നടലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മങ്കടിയിലേക്ക് പോയിട്ടാണ്. അപ്പോൾ മീൻ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചെമ്മീനും ചാളയും അയിലയാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചാള ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ വില കൂടുതൽ കാരണം ചാള വാങ്ങിയില്ല കേട്ടോ. ചെമ്മീൻ ഇപ്പോൾ ഭയങ്കര വില കുറവാണ്. അപ്പോൾ ചെമ്മീൻ ആണ് കേട്ടോ വാങ്ങിയത്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ സ്ഥിരം മീൻ വാങ്ങാറ്. ഇവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ. അപ്പോൾ മീനൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തിയിട്ട് അപ്പം ചെമ്മീനായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ രാത്രി മീൻ നന്നാക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പം എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് പിന്നെ നാളേക്കും കൂടി കറി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വാങ്ങിയത്. അപ്പോൾ ഇപ്പം എന്തായാലും ചെറുതായിട്ട് ഇരുട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് വെച്ച് നന്നാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, കാരണം കൊതുകൊക്കെ കടിക്കും. അപ്പോൾ എന്തായാലും അകത്ത് തന്നെ വെച്ച് നന്നാക്കാമെന്ന് വിചാരിച്ചുട്ടാ. അപ്പം ചെമ്മീൻ നന്നാക്കാൻ കുറേ സമയം എടുക്കില്ല, അതുകൊണ്ട് തന്നെ വളരെ കുറച്ചാണ് വാങ്ങിയുള്ളൂ. 1/2 കിലോ അങ്ങോട്ട് വാങ്ങിയുള്ളൂ. പിന്നെ മക്കൾക്ക് വറക്കണതാണ് ഇഷ്ടം. അപ്പോൾ അവർക്ക് കുറച്ച് ഇന്ന് വറുത്ത് കൊടുക്കുക, ബാക്കി കറി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് വിചാരിക്കണേ. അപ്പോൾ ഇതിൻ്റെ ഞരമ്പൊക്കെ ഞാൻ കളയൂട്ടാ. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്താണ് കുഞ്ഞിക്കണ്ണന് ഛർദിയും അതുപോലെ തന്നെ വയറിളക്കവും പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഒരാഴ്ച കിടന്നു. അപ്പം അന്ന് അവനാകെ കഴിച്ചത് ഈ ഒരു ചെമ്മീൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം എനിക്ക് പേടിയാണ് ചെമ്മീൻ കൊടുക്കാനായിട്ട്. കുറച്ച് നാളൊക്കെ പിന്നെ നമ്മൾ വാങ്ങാറുണ്ടായില്ല കേട്ടോ. പിന്നെ വീണ്ടും വാങ്ങി തുടങ്ങി. അപ്പോൾ അതാ ചെമ്മീനൊക്കെ ഞാൻ നന്നാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ വറക്കാനുള്ളത് വേറെ, വെക്കാനുള്ളത് വേറെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് മീൻ വാങ്ങിയാലും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ കറി വയ്ക്കാറ്. അപ്പോൾ മുളക് ചാറ് വയ്ക്കൽ വളരെ കുറവാണ്. അത് ഇങ്ങനത്തെ കേര അങ്ങനത്തെ മീനുകളൊക്കെ വാങ്ങിയാലാണ് കേട്ടോ. കോട്ടയം സ്റ്റൈലിൽ കടുകൊക്കെ പൊട്ടിച്ചിട്ടൊക്കെ കറി വയ്ക്കാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ വയ്ക്കാറ്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഉള്ളി ഞാൻ ഇടാറില്ല. ഇവിടെ ഉള്ളി ഇടുന്നത് ഇഷ്ടമില്ല കേട്ടോ. സവാള ഉള്ളിയൊന്നും ഇടുന്നത് ഇഷ്ടമല്ല. പിന്നെ കുറച്ച് കുടപ്പുളിയും ഇച്ചിരി വെളിച്ചെണ്ണയും
ഒക്കെ ഒഴിച്ചിട്ട് എല്ലാം കൂടി തിരുമ്പിയിട്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങനെയാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെക്കാറ്. അപ്പോൾ ഇതാ ചെമ്മീനിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനവിടെ ചെമ്മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചോറ് കൊടുക്കും. അപ്പം അവർക്ക് ചെമ്മീൻ വറുത്ത് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കറി ഒന്ന് തിളച്ച് വരുമ്പോൾ അതൊന്ന് തീ കുറച്ച് വയ്ക്കും. പിന്നെ നമ്മുടെ ഉള്ളി മൂപ്പിച്ച് അതിലേക്ക് ചേർക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരം ഇങ്ങനെ തന്നെയാണ് കറി വയ്ക്കാറ്. അപ്പോൾ ഇങ്ങനെ കറി വെച്ചാൽ കുറച്ചധികം ഉണ്ടാവും. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ എപ്പോഴും കറി വയ്ക്കാറ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ഉള്ളി മൂപ്പിച്ചേർക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.